ചേലക്കരയിൽ വിജയമുറപ്പിച്ച LDF സ്ഥാനാർത്ഥി UR പ്രദീപ്. ഒരു ഘട്ടത്തിൽ പോലും UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന് ലീഡ് പിടിക്കാനായില്ല എന്നത് വളരെ ശ്രദ്ധേയമാണ്. വിശദാംശങ്ങൾ നൽകുന്നു ഭരിത പ്രതാപ്. ഭരിത, കേൾക്കാം പറഞ്ഞോളൂ. ഭരിത, എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? ചേലക്കരയുടെ ഉപതെരഞ്ഞെടുപ്പിലെ അവസാന ഫലപ്രഖ്യാപനത്തിനായി ഇവിടെ കാത്തു നിൽക്കുകയാണ്. ഏറെക്കുറെ വിജയം ഉറപ്പിച്ചുകൊണ്ട് LDF സ്ഥാനാർത്ഥി UR പ്രദീപ് മുന്നിട്ട് നിൽക്കുകയാണ്. വോട്ടെണ്ണൽ ആരംഭിക്കുമ്പോൾ മുതൽ തന്നെ ഈ അവസാന നിമിഷം വരെയും ലീഡ് നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് മുന്നേറ്റം LDF സ്ഥാനാർത്ഥി UR പ്രദീപ് മുന്നോട്ട് പോയിരുന്നത്. അതുപോലെ തന്നെ നമ്മൾ K രാധാകൃഷ്ണൻ സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നു, കഴിഞ്ഞ തവണത്തെക്കാൾ വോട്ടുകൾ കൂടുതൽ ലഭിക്കുമെന്നുള്ള ഒരു വാക്ക്. അത് അക്ഷരാർത്ഥത്തിൽ ശരിവെക്കുന്ന രീതിയിൽ തന്നെ കുറച്ച് വോട്ടുകൾ കൂടിയ നിലയിൽ തന്നെയാണ് ഇപ്പോഴും അദ്ദേഹത്തിന്റെ നില അദ്ദേഹം ഉറപ്പിച്ചിരിക്കുന്നത്. ചേലക്കരയുടെ ചരിത്രത്തിൽ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത അത്ര ഗംഭീരമായ ഒരു തെരഞ്ഞെടുപ്പ് തന്നെയായിരുന്നു ഇവിടെ നടന്നത്. വീറും വാശിയും ഒരുപാട് ആവേശവും നിറച്ചൊരു തെരഞ്ഞെടുപ്പിനാണ് ചേലക്കരയുടെ മണ്ണ് ഇതുവരെ സാക്ഷ്യം വഹിച്ചത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നേടിയതിനേക്കാൾ കൂടുതൽ വോട്ടുകൾ നേടുമെന്ന ഉറപ്പ് തന്നെയാണ് ഇപ്പോൾ ഇവിടെ ശരിവെക്കുന്ന രീതിയിലുള്ള മുന്നേറ്റമാണ് അദ്ദേഹം കാഴ്ചവെച്ചിരിക്കുന്നത്. ഏതാണ്ട് 13ാമത്തെ റൗണ്ടുകളാണ് ഇവിടെ പൂർത്തിയായിരിക്കുന്നത്. LDF സ്ഥാനാർത്ഥി UR പ്രദീപ് 12,122 വോട്ടുകൾക്കാണ് ലീഡ് ചെയ്യുന്നത്. ഇപ്പോൾ 13ാമത്തെ റൗണ്ട് പൂർത്തിയായിരിക്കുന്നു. ഈ തപാൽ വോട്ടുകളുടെ കണക്കെടുപ്പ് കൂടി കഴിഞ്ഞാൽ അവസാന ഫലപ്രഖ്യാപനത്തിനായി കാത്തുനിൽക്കുകയാണ് ഇവിടെ. പുറത്ത് നമുക്ക് കാണാം, ചെറുതുരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പുറംഭാഗത്തേക്ക് നോക്കുമ്പോൾ അണികളുടെ ആവേശങ്ങൾ അലതല്ലി നിൽക്കുകയാണ്. കൊടിതോരണങ്ങളും ആവേശ പ്രകടനങ്ങളുമായി പടക്കം പൊടിച്ചും ലഡു അതുപോലെ തന്നെ പായസം എന്നിവ വിതരണം ചെയ്തുകൊണ്ടുള്ള ആഘോഷ തിമിർപ്പിലേക്ക് അണികൾ മാറിക്കഴിഞ്ഞു. അതിന്റെ ആവേശത്തിലേക്ക് എത്തിച്ചേരാനായി അവർ കാത്തിരിക്കുകയാണ്. അവരുടെ സ്ഥാനാർത്ഥിയെ വെയിറ്റ് ചെയ്യുകയാണ്. ഒപ്പം തന്നെ അവസാന ഫലപ്രഖ്യാപനത്തിനായി നമ്മളിവിടെ കാത്തിരിക്കുകയാണ്. ശരി ഭരിത, ചേലക്കരയിൽ നിന്നും ഭരിത പ്രതാപാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇനി